ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഡൽഹി സന്ദർശന വിവാദത്തിന് പിന്നാലെ സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജിന് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കൂടിക്കാഴ്ച നടന്നേക്കും. വയനാട് മെഡിക്കൽ കോളേജ്, എയിംസ് തുടങ്ങിയ വിഷയങ്ങളിലെ കൂടിക്കാഴ്ചയ്ക്ക് ഡൽഹിയിലെ കേരളത്തിലെ പ്രത്യേക പ്രതിനിധി KV തോമസ് നേരത്തെ അനുമതി തേടിയിരുന്നു. അതിനിടെ UDF MPമാർ JP നദ്ദയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയിട്ടുണ്ട്. ആശാ വർക്കേഴ്സിന്റെ സമരം KC വേണുഗോപാൽ ഇന്ന് ലോക്സഭയിൽ ഉന്നയിച്ചു. State government is totally blaming on center. Center is blaming on state. This blame game will not help to solve the crisis, sir. Yesterday, the state government sources in Kerala saying that the Honorable Minister of Kerala approached for you, Honorable Union Minister, for an appointment which has been denied. Therefore, this type of news are coming. My question, sir, my question to Honorable Minister, sir, when this scheme was conceptualized, that point in time it was a volunteer scheme, 2005. Now 22 years already 21 years already passed over. Asha workers are doing big contribution in this sector. Sir, my question, whether these workers can be considered as laborers and whether the minimum wages to them should be given all over India and whether retirement elements also should be given, whether the ministry is going to solve the agitation issues. Sir, I respect the honourable member. He is a very senior member and he is a very senior person in the party. But for the question which he has asked, come to my chamber. I will discuss with you in detail. This question does not relate to ASHA workers. This question relates to non-communicable diseases and that I have answered elaborately. വിനീത VG വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വിനീത, ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയിരുന്നു, പക്ഷേ അവസരം ലഭിച്ചില്ല. മറ്റൊരു അവസരത്തിൽ കാണാം. ഇതിപ്പോൾ JP നദ്ദയുടെ ഓഫീസ് അല്ലെങ്കിൽ JP നദ്ദ എന്താണ് ഇക്കാര്യത്തിൽ അറിയിക്കുന്നത്? ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി ഔദ്യോഗികമായി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ലഭിച്ചിരുന്നോ? എന്തുകൊണ്ടാണ് ഇന്നലെ കൂടിക്കാഴ്ച നടക്കാതെ പോയത്? ഇനി എപ്പോൾ ആ കൂടിക്കാഴ്ച നടക്കും? തീർച്ചയായും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഇന്നലെയാണ് മന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അത് ഈ ആശാമാരുമായി നടത്തിയ 2 ചർച്ചകൾ നടത്തുകയും ആ ചർച്ചകൾ പരാജയപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നാലെയായിരുന്നു മന്ത്രിയുടെ ഡൽഹി സന്ദർശനം. ഡൽഹിയിലെത്തിയ മന്ത്രി ഈ കൂടിക്കാഴ്ചയ്ക്കായി സമയം തേടിയിരുന്നു. അത് മന്ത്രി തന്നെ നൽകിയ കത്തുകൾ അനുസരിച്ച് 18-ാം തീയതിയും ഒപ്പം തന്നെ 19-ാം തീയതിയും ഒന്ന് മന്ത്രിയുടെ ഓഫീസ് മുഖേനയും രണ്ടാമത്തേത് റെസിഡന്റ് കമ്മീഷണർ മുഖേനയും അങ്ങനെ 2 കത്തുകളാണ് കൂടിക്കാഴ്ചയ്ക്കായി സമയം ആവശ്യപ്പെട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. 20-ാം തീയതി കൂടിക്കാഴ്ചയ്ക്കായി സമയം അനുവദിക്കണമെന്നുള്ളതായിരുന്നു ആവശ്യം. ഈ കത്തിൽ പ്രധാനമായും ആശമാരുടേത് ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ എയിംസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളൊക്കെ തന്നെ ആ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ കൂടിക്കാഴ്ചയ്ക്കായി മന്ത്രിക്ക് അനുവാദം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. തുടർന്നാണ് മന്ത്രി ഡൽഹിയിൽ നിന്നും മടങ്ങേണ്ടി വന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ JP നദ്ദയുടെ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കൂടിക്കാഴ്ചയ്ക്കായി അനുമതി നൽകിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ കൂടിക്കാഴ്ച അടുത്ത ആഴ്ച തന്നെ ഉണ്ടാകുമെന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ മന്ത്രി വീണ ജോർജുമായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ കൂടിക്കാഴ്ച നടത്തും. അതേസമയം ഇന്നലെ ഈ കൂടിക്കാഴ്ചയ്ക്കായി സമയം ആവശ്യപ്പെട്ടിരുന്നത് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും താനത് അറിഞ്ഞിരുന്നില്ല എന്നുമാണ് JP നദ്ദ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ ഈ കൂടിക്കാഴ്ച വളരെ പോസിറ്റീവായി തന്നെ എടുക്കാമെന്നാണ് അല്പസമയം മുൻപ് മുൻ ആരോഗ്യമന്ത്രിയായ ശൈലജ ടീച്ചർ അടക്കം നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ ഏറ്റവും പ്രധാനമായും ഈ ആശമാരുടേത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നത് തന്നെയാണ് നേരത്തെയും മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആശ വർക്കർമാരുടെ പ്രശ്നങ്ങൾ അതുകൂടാതെ തന്നെ കാസർഗോഡും വയനാടും കേരള മെഡിക്കൽ കോളേജ് തുടങ്ങും. ഇതിന് കേന്ദ്രത്തിന്റെ ഒരു പിന്തുണ തേടും. ഒപ്പം തന്നെ എയിംസ് എന്ന കേരളത്തിന്റെ ആവശ്യം എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട 4 ആവശ്യങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കും. ഇന്നലെ ഈ കൂടിക്കാഴ്ചയ്ക്കായി എത്തിയപ്പോഴും ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുമെന്ന് തന്നെയാണ് മന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതടക്കമുള്ള ഒരു അജണ്ട കൂടി ചേർത്തുകൊണ്ടായിരുന്നു ഈ സന്ദർശനത്തിനായി മന്ത്രി കത്ത് നൽകിയിരുന്നത്. പക്ഷേ പിന്നീട് ഈ തനിക്ക് കൂടിക്കാഴ്ചയ്ക്കായി സമയം അപ്പോയിന്റ്മെന്റ് ലഭിച്ചിരുന്നില്ലെന്നും ഒരുപക്ഷെ പാർലമെന്റ് ഒക്കെ തന്നെ നടക്കുന്നതിനാൽ മന്ത്രി അതിന്റെ തിരക്കിലായിരിക്കുമെന്നുമാണ് ഇന്നലെ വീണ ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കൂടാതെ തന്നെ പിന്നീട് സമയം അനുവദിക്കുകയാണ് എങ്കിൽ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ JP നദ്ദ തന്നെ കൂടിക്കാഴ്ചയ്ക്കായി അനുമതി നൽകിയിരിക്കുന്നു. നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരുപക്ഷെ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഈ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ KV തോമസ് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയാണ്. അദ്ദേഹവും ഈ കൂടിക്കാഴ്ചയ്ക്കായി JP നദ്ദയോട് സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വയനാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും
എന്തായിരിക്കും ആ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തെ അറിയിക്കുക? വിജയകുമാർ. യെസ്, വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് കേരള ആരോഗ്യമന്ത്രി അവസരം തേടിയത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ ജെ.പി. നദ്ദ കേന്ദ്ര ആരോഗ്യമന്ത്രി അറിയിച്ചത്. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അടുത്ത ആഴ്ച അത്തരമൊരു ചർച്ച ഡൽഹിയിൽ നടക്കുമെന്നുകൂടി മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നുണ്ട്. ഡൽഹി സന്ദർശന വിവാദത്തിൽ വിശദീകരണവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഡൽഹി യാത്ര കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനാണ് എന്ന് താൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നും ചില മാധ്യമങ്ങൾ തന്നെ ക്രൂശിക്കാൻ ശ്രമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ആശാ വർക്കേഴ്സിന്റെ സമരത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് CPM നേതാക്കൾ വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സിന്റെ നിരാഹാര സമരം 2ാം ദിവസവും തുടരുകയാണ്. ആശാ വർക്കേഴ്സിന്റെ ആവശ്യങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ടറിയിക്കുമെന്ന് വീണ ജോർജ് ഉറപ്പു നൽകിയതിന് പിന്നാലെയായിരുന്നു ഡൽഹി യാത്ര. എന്നാൽ ക്യൂബൻ ഉപപ്രധാനമന്ത്രിയെ കണ്ട് വീണ ജോർജ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ കേരളത്തിലേക്ക് മടങ്ങി. മുൻകൂർ അനുമതി തേടാത്തതിനാൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ കഴിഞ്ഞില്ല. ഇതോടെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നത്. എന്നാൽ മാധ്യമങ്ങൾ വേട്ടയാടുകയാണെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനുള്ള അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും വീണ ജോർജ് പറഞ്ഞു. ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയതാണോ പ്രശ്നം? ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു. ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സ്കീമിലുള്ള ആശമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ? എന്നാൽ സന്ദർശന വിവാദത്തിൽ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമായിരുന്നു ആശാ വർക്കേഴ്സിന്റേത്. നമ്മളൊരു കല്യാണത്തിന് ഇൻവിറ്റേഷൻ കിട്ടി പോകുന്നതാണോ? അതിന് നമ്മൾ നേരത്തെ കൂട്ടി നിശ്ചയിച്ച് വെച്ചിരിക്കില്ല, ഇന്ന സമയത്ത് പോകണം. പക്ഷെ നമുക്ക് വൈകിട്ട് പോവാം, രാവിലെ പോവാം, അവിടെ ചെന്ന് കൊടുക്കാം. അതുപോലെയാണ് ഒരു കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോകുമ്പോൾ. വീണ മേഡത്തെ നമ്മൾ കാണാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അവര് അനുമതി തന്നിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിനെ പിന്തുണയ്ക്കുന്നു. എന്നാൽ സമരം കേന്ദ്ര സർക്കാരിനോടായിരിക്കണമെന്ന് മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ. ആശമാരുടെ സമരത്തിനെതിരല്ല, അല്ലെങ്കിൽ ആശമാരുടെ ആവശ്യങ്ങൾക്കെതിരല്ല. പക്ഷേ ആരോടാണ് സമരം ചെയ്യേണ്ടത്? സെൻട്രൽ ഗവൺമെൻറ് തരാനുള്ള വിഹിതമാണ് ഇനി തരേണ്ടത്. സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്നതിന്റെ പരിധിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുൻകൂർ അനുമതി വാങ്ങാതെ തന്നെ കേന്ദ്രമന്ത്രിമാരെ കാണാനുള്ള അവസരം ലഭിക്കണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇടതുപക്ഷ വിരുദ്ധരും മാധ്യമങ്ങളിലെ വലതുപക്ഷക്കാരും ചേർന്ന് നടത്തുന്ന സമരമാണെന്നായിരുന്നു A വിജയരാഘവന്റെ വിമർശനം. 24 തിരുവനന്തപുരം. അതേസമയം ആശാ വർക്കേഴ്സിന്റെ സമരം ഇന്നും നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ നടത്തുന്ന സമരം ആര് വിചാരിച്ചാലും തീർക്കാൻ കഴിയില്ല എന്ന് മന്ത്രി MP രാജേഷ് സഭയിൽ പറഞ്ഞു. സമരം ന്യായമാണെന്നും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ശ്രമിക്കണമെന്നും പ്രതിപക്ഷം നിയമസഭയിൽ ആവശ്യപ്പെട്ടു. ആശാ വർക്കർമാരുടെ നിരാഹാര സമരം 2ാം ദിവസത്തിലേക്ക് കടന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന സബ്മിഷന് മറുപടി പറയുമ്പോഴാണ് സർക്കാർ നിലപാട് ആവർത്തിച്ചത്. ആശാ വർക്കർമാരുടെ ഉറപ്പായ വേതനത്തിൽ 8200 രൂപയിൽ സംഭാവന ചെയ്യുന്ന സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുകയും തൊഴിലാളിയായി അംഗീകരിക്കാത്ത കേന്ദ്രത്തിനെതിരെ മിണ്ടാതിരിക്കുകയും ചെയ്യുന്നു. ഇത് രാഷ്ട്രീയമാണ്. കേന്ദ്രത്തിന് വേണ്ടി സംഘടിപ്പിച്ച സമരമാണിതെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞ മന്ത്രി MP രാജേഷ് ആരോപിച്ചു. രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു സമരത്തെ നമ്മൾ ആര് ശ്രമിച്ചാലും അത് പരിഹരിക്കാൻ പറ്റില്ല. ലക്ഷ്യം രാഷ്ട്രീയമല്ല, ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണോ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നത് പരിഹരിച്ചു കഴിഞ്ഞു. അപ്പോൾ സർക്കാരിന്റെ പിടിവാശിയല്ല, സമരക്കാരുടെ പിടിവാശിയാണ്. സമരക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പിടിവാശി ഉപേക്ഷിച്ചാൽ ഈ സമരം പരിഹരിക്കാവുന്നത്. ആശാ വർക്കർമാരുടെ സമരത്തിൽ ആളുകൾ കുറവാണോ എന്ന് അന്വേഷിക്കാതെ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് ശ്രമിക്കേണ്ടതെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വാദം. സമരത്തെ തള്ളിപ്പറയാനും പുച്ഛിക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഈ സമരം ന്യായമായ ആവശ്യമാണ്. ഈ കാര്യത്തിന് സംസ്ഥാന സർക്കാർ ന്യായമായ പരിഹാരം ഉണ്ടാക്കണം. അതിൽ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചല്ല. വീണ്ടും ഈ സമരത്തെ പരിഹസിക്കാനും ഈ സമരത്തെ പുച്ഛിക്കാനും സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം നോക്കാനും സർക്കാർ ഇറങ്ങി പുറപ്പെട്ടതിൽ അതിശക്തിയായി പ്രതിഷേധിച്ചു. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നേടിയ സംബന്ധിച്ച വിവാദത്തിലും സർക്കാരും പ്രതിപക്ഷവും നിലപാട് വ്യക്തമാക്കി. 18ാം തീയതി തന്നെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിരുന്നു എന്നതാണ്. 18ാം തീയതി തന്നെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിരുന്നു, കിട്ടിയില്ല. അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ട് കൊടുത്തില്ല ആ കേന്ദ്ര ആരോഗ്യമന്ത്രിയെങ്കിൽ അതൊരു ശരിയായ സമീപനം അല്ല എന്ന് ഞങ്ങൾ പ്രതികരിക്കുകയുണ്ടായി. അപ്പോയിന്റ്മെന്റ് എടുക്കാതെ പോയാൽ അത് മന്ത്രിയാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടത്. ആശാ വർക്കർമാരുടെ സമരത്തിൽ സർക്കാർ നിഷേധ നിലപാട് സ്വീകരിക്കുമെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്താൻ മന്ത്രി വീണ ജോർജിന് അനുമതി നൽകിയത് കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ പോസിറ്റീവ് സമീപനമായി കരുതാമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ. ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയവും ഇൻസെന്റീവും വർദ്ധിപ്പിക്കാനുള്ള സമീപനം JP നദ്ദയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും കെ ശൈലജ പറഞ്ഞു. എന്തായാലും ഒരു കൂടിക്കാഴ്ചക്ക് അനുവാദം കൊടുത്തത് വളരെ നന്നായി. അദ്ദേഹം അത് ചെയ്യുന്നത് ഒരു ആവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം സംസ്ഥാന ഗവൺമെന്റിനും സംസ്ഥാന മന്ത്രിമാർക്കും
കേന്ദ്രമന്ത്രിമാരുമായിട്ട് സംസാരിച്ചുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. ഞാൻ മിനിസ്റ്ററായിരുന്നപ്പോൾ നഡ്ഡ സാറുമായിട്ട് നിരവധി തവണ സംസാരിച്ചിരുന്നു. ഏതായാലും അദ്ദേഹം അനുമതി കൊടുത്തില്ല എന്ന വാർത്ത വന്നപ്പോൾ വലിയ വിഷമം തോന്നിയിരുന്നു. കാരണം ഈ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് കേന്ദ്രത്തിൻ്റെ മുമ്പിലാണ് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ സംസ്ഥാനത്തിന്റെ ഫണ്ട് വിനിയോഗ കാലാവധി നീട്ടി കേന്ദ്ര സർക്കാർ. ഈ വർഷം ഡിസംബർ 31 വരെ ഉപാധികളോടെയാണ് കേന്ദ്രം കാലാവധി നീട്ടിയത്. ഉപാധികളിൽ കേന്ദ്രം വ്യക്തത വരുത്തണമെന്നും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കരുതെന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം അനുവദിച്ച വായ്പയ്ക്ക് മാർച്ച് 31 കേന്ദ്രം സമയപരിധി നിശ്ചയിച്ചത്. ഇത് പ്രായോഗികമല്ലെന്ന് സംസ്ഥാനം കോടതിയെ അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ 3 ആഴ്ചയ്ക്കകം മറുപടി സത്യവാങ്മൂലം നൽകാൻ കേന്ദ്രത്തോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ യഥാസമയം സത്യവാങ്മൂലം നൽകാത്തതിനാണ് ഡിവിഷൻ ബെഞ്ച് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനോട് ക്ഷുഭിതരായത്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കരുതെന്ന് ഓർമ്മിപ്പിച്ച കോടതി ഡൽഹിയിലുള്ള ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയുടെ മുകളിലാണോ എന്നും ചോദിച്ചു. വായ്പാ വിനിയോഗത്തിന്റെ തീയതി മാർച്ച് 31 നിന്ന് ഡിസംബർ 31 മാറ്റിയെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. ഇതു സംബന്ധിച്ച് തിങ്കളാഴ്ച തന്നെ സത്യവാങ്മൂലം നൽകാനും കോടതി കർശന നിർദ്ദേശം നൽകി. ചില ബാങ്കുകൾ വായ്പ തിരിച്ചുപിടിക്കാൻ നടപടി തുടങ്ങിയെന്നും ഇക്കാര്യത്തിൽ കേന്ദ്രം അന്തിമ തീരുമാനമെടുത്ത് കോടതിയെ അറിയിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. 24 കൊച്ചി. കണ്ണൂർ മുഴപ്പിലങ്ങാട്ടെ BJP പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ CPM പ്രവർത്തകരായ 9 പ്രതികൾ കുറ്റക്കാർ. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ PM മനോരാജ് നാരായണനും TPKS പ്രതി TK രജീഷും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തതായി കോടതി കണ്ടെത്തി. കേസിൽ തലശ്ശേരി സെഷൻസ് കോടതി തിങ്കളാഴ്ച വിധി പറയും. CPIM വിട്ട് BJPയിൽ ചേർന്ന ഇളമ്പിലായി സൂരജിനെ രാഷ്ട്രീയ വൈരാഗ്യത്താൽ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് 9 പ്രതികളെ കുറ്റക്കാരെന്ന് തലശ്ശേരി സെഷൻസ് കോടതി കണ്ടെത്തിയത്. TK രജീഷ്, NV യോഗേഷ്, K ഷംജിത്ത്, PM മനോരാജ് നാരായണൻ, നെയ്യോത്ത് സജീവൻ എന്നിവർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തതായി കോടതിയിൽ തെളിഞ്ഞു. പ്രഭാകരൻ, KV പത്മനാഭൻ, രാധാകൃഷ്ണൻ, പുതിയപുരയിൽ പ്രദീപൻ എന്നിവർക്ക് ഗൂഢാലോചനയിലും തെളിവ് നശിപ്പിക്കലിലും പങ്കുള്ളതായും തെളിഞ്ഞു. 10ാം പ്രതിയായിരുന്ന നാഗത്താൻകോട്ട പ്രകാശിനെ തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവിമുക്തനാക്കി. ഇത് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രോസിക്യൂഷന്റെ വിജയമാണ്. ഇത് ജഡ്ജ്മെന്റ് പരിശോധിച്ച് നിലവിൽ ആ പ്രതിക്കെതിരെ സാക്ഷിമൊഴികളെ അപര്യാപ്തത ഉണ്ടായിരുന്നു. സാക്ഷിമൊഴികളുടെ അപര്യാപ്തത ഉണ്ടായിരുന്നു. അറിയാം, 2-3 സാക്ഷികൾ 4 സാക്ഷികൾ വിസ്തരിച്ചവർ കോടതി മുമ്പാകെ കൂറുമാറിയിരുന്നു. 20 വർഷം മിക്ക സാക്ഷികളും ദൃക്സാക്ഷികളടക്കമുള്ളവർ പ്രതികളുടെ കൂടെയായിരുന്നു കോടതിയിൽ വന്നിരുന്നത്. ആ ഒരു വലിയൊരു ബുദ്ധിമുട്ട് പ്രോസിക്യൂഷൻ ഈ കേസിൽ അനുഭവിച്ചിരുന്നു. വിധിക്ക് ശേഷം പ്രതികരിക്കാമെന്ന പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ 24നോട്. എന്തെങ്കിലും വിധി തിങ്കളാഴ്ച കിട്ടിയിട്ട് 2005 നടന്ന കൊലപാതകത്തിൽ 2ാം പ്രതിയായ രജീഷാണ് 5ാം പ്രതി PM മനോരാജിന്റെ പങ്ക് തുറന്നു പറഞ്ഞത്. 28 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ വിചാരണയ്ക്കിടെ കൊലപാതകം നേരിട്ട് കണ്ട 2 പ്രോസിക്യൂഷൻ സാക്ഷികൾ കൂറുമാറിയിരുന്നു. അസുഖബാധിതരാണെന്നും ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും പ്രതികൾ കോടതിയിൽ ആവശ്യപ്പെട്ടു. 1ാം പ്രതി മുഴുപ്പിലങ്ങാടി ലക്ഷംവീട് കോളനി പള്ളിക്കൽ ഹൗസിൽ PK ഷംസുദ്ദീൻ, 12ാം പ്രതി മക്രേരി കിലാലൂരിലെ TP രവീന്ദ്രൻ എന്നിവർ സംഭവശേഷം മരിച്ചു. തലശ്ശേരി സെഷൻസ് കോടതി തിങ്കളാഴ്ച കേസിൽ വിധി പറയും. 24 കണ്ണൂർ. ജുഡീഷ്യറിയെ ഞെട്ടിച്ച് ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് വൻതോതിൽ കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിലുണ്ടായ തീപിടുത്തം അണയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് പോലീസ് സംഘമാണ് പണം കണ്ടെത്തിയത്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ സ്ഥലം മാറ്റാൻ സുപ്രീം കോടതി കൊളീജിയം തീരുമാനിച്ചു. ഔദ്യോഗിക വസതിയിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് യാദൃശ്ചികമായി നടത്തിയ പരിശോധനയിലാണ് ഒരു മുറിയിൽ വൻതോതിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത്. സംഭവം നടക്കുമ്പോൾ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ വസതിയിൽ ഉണ്ടായിരുന്നില്ല. കണക്കിൽപ്പെടാത്ത പണമാണെന്ന് മനസ്സിലാക്കിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉടൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. സംഭവം അറിഞ്ഞയുടൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കൊളീജിയം വിളിച്ചു ചേർത്ത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാൻ തീരുമാനിച്ചു. യശ്വന്ത് വർമ്മയോട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വിശദീകരണം തേടിയതായാണ് വിവരം. രാജിവെക്കാൻ ആവശ്യപ്പെടും എന്നാണ് സൂചന. സ്വയം രാജിവെച്ചില്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയും 2 ഹൈക്കോടതി ജഡ്ജിമാരും അടങ്ങുന്ന അന്വേഷണ സമിതി രൂപീകരിച്ച് തുടർ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. അതേസമയം കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ചു. 24 ഡൽഹി. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. എറണാകുളം കുറുപ്പുംപടിയിൽ 10ഉം 12ഉം വയസ്സുള്ള സഹോദരിമാരെ പീഡിപ്പിച്ചത് കുട്ടികളുടെ മാതാവിന് അറിയാമായിരുന്നു എന്ന് പ്രതിയുടെ മൊഴി.
കുട്ടികളുടെ അമ്മയുടെ ആൺ സുഹൃത്തായ പ്രതി ധനേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാതാവിനെയും പ്രതി ചേർക്കും. പെൺകുട്ടികളെ CWC അഭയകേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറുപ്പുംപടിയിൽ 10ഉം 12ഉം വയസ്സുള്ള സഹോദരിമാരെയാണ് അമ്മയുടെ ആൺസുഹൃത്ത് പീഡിപ്പിച്ചത്. അതും അമ്മയുടെ അറിവോടെ. താനും പെൺകുട്ടികളുടെ അമ്മയും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചിട്ടുണ്ടെന്നും പീഡന വിവരത്തെക്കുറിച്ച് അവർക്കറിയാമെന്നും പിടിയിലായ ധനേഷ് പോലീസിന് മൊഴി നൽകി. പീഡനത്തിനിരയായ പെൺകുട്ടികളുടെ രഹസ്യമൊഴിയും ഇന്നലെ രേഖപ്പെടുത്തി. കുട്ടികളുടെ മനോനില വീണ്ടെടുക്കാൻ CWCD കൗൺസിലിംഗ് നൽകും. തുടർ പഠനം ഉറപ്പാക്കുമെന്നും CWC ചെയർമാൻ വിൻസെന്റ് ജോസഫ് 24നോട് പറഞ്ഞു. ഇത് CWCയുടെ നിയന്ത്രണത്തിൽ തന്നെ ഭാവി കാര്യങ്ങളെല്ലാം കുട്ടികളുടെ പഠനം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും CWCയുടെ നിയന്ത്രണത്തിലായിരിക്കും. CWC എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുകയും ചെയ്യും. അക്കാര്യത്തിൽ അതിലൊന്നും യാതൊരു തടസ്സവും ഉണ്ടാവില്ല. കുട്ടിയുടെ ഭാവി പഠനങ്ങളൊന്നും ബാധിക്കില്ല. പെൺകുട്ടികളുടെ അമ്മയെ പോലീസ് ചോദ്യം ചെയ്യും. രഹസ്യമൊഴിയുടെ പകർപ്പ് ലഭ്യമായ ശേഷമാകും പ്രതി ചേർക്കുക. ഇതിനോടകം തന്നെ പ്രതി ധനേഷിനെതിരെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇയാൾ ലൈംഗിക വൈകൃതത്തിനടിമയെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. വിഷ്ണു സുരേഷ് 24 കൊച്ചി. എറണാകുളം കുറുപ്പുംപടിയിൽ 7 വയസ്സുകാരൻ കുളത്തിൽ വീണു മരിച്ചു എന്നൊരു വിവരം ഇപ്പോൾ വരുന്നുണ്ട്. കുറുപ്പുംപടി സ്വദേശി സജീവ് അമ്പിളി ദമ്പതികളുടെ മകൻ സിദ്ധാർത്ഥാണ് മരിച്ചത്. വീടിനടുത്തുള്ള മീൻ വളർത്തൽ കുളത്തിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. റാഫി കരീം വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. റാഫി, എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഈ അപകടം? അതിദാരുണമായ സംഭവം. വിവരങ്ങൾ എന്തൊക്കെയാണ് റാഫി? വിജയകുമാർ, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. രാവിലെ ഈ സിദ്ധാർത്ഥിന്റെ അമ്മ മൂത്ത കുട്ടിയെ സ്കൂൾ ബസ്സിലാക്കുന്നതിന് വേണ്ടി റോഡിലേക്ക് പോവുകയാണ്. ഒപ്പം സിദ്ധാർത്ഥും ഉണ്ടായിരുന്നു. എന്നാൽ മൂത്ത കുട്ടിയെ ബസ്സിലാക്കിയതിനു ശേഷം തിരിച്ചെത്തിയപ്പോൾ സിദ്ധാർത്ഥിനെ കാണാതാവുകയായിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് വീടിന് സമീപത്തുള്ള കുളത്തിൽ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ കുളത്തിൽ കഴിഞ്ഞ ദിവസം JCB ഉപയോഗിച്ച് ആഴം കൂട്ടിയിരുന്നു. മീൻ വളർത്തുന്നതിന് വേണ്ടിയായിരുന്നു ഈ കുളം നിർമ്മിച്ചത്. ഈ ആഴം കൂട്ടിയതിനു ശേഷം കുളത്തിൽ ധാരാളമായി വെള്ളമുണ്ടായിരുന്നു. കാൽ വഴുതി വെള്ളത്തിൽ വീണതാകാം മരണകാരണമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസിന്റെ നിഗമനം. എന്തായാലും പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ച് വരുന്നുണ്ട്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും വിശദമായ മരണകാരണം മനസ്സിലാവുക. വീടിനടുത്തുള്ള മീൻ വളർത്തൽ കുളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കാൽ വഴുതി വെള്ളത്തിൽ വീണതാകാമെന്നാണ് പ്രാഥമികമായി സംശയിക്കുന്ന. റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കണ്ണൂർ കൈതപ്പുറത്ത് മധ്യവയസ്കനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമെന്ന് പോലീസ്. പ്രതി സന്തോഷ് ആസൂത്രിതമായി നടത്തിയ കൊലപാതകമെന്നാണ് കണ്ടെത്തൽ. പ്രതി കൊലപാതകത്തിന് ഉപയോഗിച്ച നാടൻ തോക്ക് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. വ്യക്തിവിരോധവും പകയും മൂലം സന്തോഷ് ആസൂത്രിതമായി നടപ്പിലാക്കിയ കൊലപാതകമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കൃത്യത്തിനു മുമ്പ് ഇയാൾ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റ് കൊലപാതകം കരുതിക്കൂട്ടി ഉറപ്പിച്ചതാണെന്ന് തെളിയിക്കുന്നു. കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യയും സന്തോഷും സൗഹൃദത്തിലായിരുന്നു. അടുത്ത കാലത്ത് ഇരുവരും കൂടുതൽ അടുത്തു. ബന്ധത്തെ രാധാകൃഷ്ണൻ എതിർത്തതോടെ സന്തോഷിന്റെ മനസ്സിൽ വൈരാഗ്യം രൂപപ്പെട്ടു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം. മോട്ടീവ് പേഴ്സണൽ എനിമിറ്റി തന്നെയാണ്. ഇതുവരെ പൂർണ്ണമായിട്ട് ചോദ്യം ചെയ്തിട്ടില്ല. അത് കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് പിന്നെ പറയാൻ പറ്റും ഇയാൾ എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, എന്തിന്. ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും കൊലപാതകം നടന്ന വീട്ടിലും സമീപ പ്രദേശങ്ങളിലും പരിശോധന നടത്തി. കൃത്യത്തിന് ഉപയോഗിച്ച് തോക്ക് കണ്ടെത്താൻ സാധിക്കാത്തതാണ് പോലീസിന്റെ മുന്നിലുള്ള വെല്ലുവിളി. കേസിൽ കൂടുതൽ വ്യക്തതയ്ക്കായി അന്വേഷണ സംഘം സന്തോഷിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. 24 കണ്ണൂർ. പി രാജുവിന്റെ മരണത്തിൽ നിലപാട് മാറ്റാതെ പാർട്ടി നടപടി നേരിട്ട മുതിർന്ന CPI നേതാവ് K ഇസ്മയിൽ പറഞ്ഞതിലെല്ലാം ഉറച്ചു നിൽക്കുന്നുവെന്നും ചില നേതൃത്വങ്ങൾ വരുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നും K ഇസ്മയിൽ പറഞ്ഞു. സമ്മേളന കാലത്തെ നടപടി ചോദ്യം ചെയ്ത് ഇസ്മയിൽ കൺട്രോൾ കമ്മീഷനെ സമീപിച്ചേക്കും. മുൻ MLA പി രാജുവിനെതിരായ നടപടി റദ്ദാക്കണമെന്ന് കൺട്രോൾ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടും സംസ്ഥാന നേതൃത്വം വഴങ്ങിയില്ല എന്ന പ്രതികരണമാണ് K ഇസ്മയിലിനെ CPIയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ കാരണമായത്. പാർട്ടിയിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടും നേതൃത്വത്തിന് വഴങ്ങുന്നില്ലെന്ന സൂചനയാണ് മുതിർന്ന നേതാവ് K ഇസ്മയിൽ ഇന്ന് നൽകിയത്. ഇടക്കാലത്ത് വരുന്ന പാർട്ടി ലീഡർഷിപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ എന്തെങ്കിലും ചില നിലപാടുണ്ടാകുമ്പോൾ അത് പാർട്ടി തീരുമാനമാണ്. ആ തീരുമാനം എന്നുള്ള നിലയിൽ അതിന് ആ നിലയിലില്ലാതെ കാണാൻ കഴിയും. പണ്ട് മുതലേ ഒരു നിലപാടുള്ള ആളാണ്. അവസരവാദിയൊന്നുമല്ല, ഞാനൊരു നിലപാടുള്ള ആളാണ്. ഇസ്മയിലിനെതിരായ നടപടി ചർച്ച ചെയ്ത ഇന്നലത്തെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അദ്ദേഹത്തിന് അനുകൂലമായും പ്രതികൂലമായും വാദഗതികൾ ഉയർന്നിരുന്നു. ഇസ്മയിലിനെതിരെ ചെറിയ നടപടികൾ മാത്രം മതിയെന്നായിരുന്നു ദേശീയ കൗൺസിൽ അംഗവും മുൻ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ സത്യൻ മൊകേരിയുടെ നിലപാട്.
എന്നാൽ ആർ രാജേന്ദ്രൻ, കമല സദാനന്ദൻ, KR ചന്ദ്രമോഹൻ തുടങ്ങിയ നേതാക്കൾ കർശന നടപടി വേണമെന്ന് വാദിച്ചു. കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ തീരുമാനിച്ച യോഗത്തിൽ K. ഇസ്മയിൽ അനുകൂലമായ സമീപനം സ്വീകരിച്ച TV ബാലൻ ഇന്നലെയും അതേ നിലപാടിലായിരുന്നു. K. ഇസ്മയിൽ വിരുദ്ധ നിലപാടുള്ള അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ നടപടി സ്വീകരിക്കുന്ന ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുത്തതുമില്ല. സമ്മേളനകാലത്തെ അച്ചടക്ക നടപടി ചോദ്യം ചെയ്ത് K. ഇസ്മയിൽ കൺട്രോൾ കമ്മീഷൻ സമീപിക്കാൻ സാധ്യതയുണ്ട്. 24 തിരുവനന്തപുരം. അതേസമയം സമാന്തര പാർട്ടി പ്രവർത്തനത്തിന്റെ വഴിയിൽ K. ഇസ്മായിൽ പോകില്ല എന്നാണ് തന്റെ വിശ്വാസമെന്ന് CPS സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പാർട്ടിയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ മറന്ന് K. ഇസ്മായിൽ പ്രവർത്തിക്കുമെന്ന് കരുതുന്നില്ലെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. സഖാവ് K. ഇസ്മായിലിനെ പോലെയുള്ളൊരു അനുഭവ സമ്പത്തേറെയുള്ള സഖാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന സംഘടനാ പ്രമാണങ്ങളെ മറന്ന് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അനുഭവ പരിചയം ഒട്ടും ചെറുതല്ല. അതെല്ലാം പരിഗണിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അച്ചടക്കമുള്ള സഖാവായി, പാർട്ടി സഖാക്കളുടെ മനസ്സിൽ സ്ഥാനമുള്ള നേതാവായി അദ്ദേഹം തുടരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ പാർട്ടിക്ക് പുറത്തു പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അദ്ദേഹം അവഹേളിക്കുമെന്ന് കരുതാൻ എനിക്കാകുന്നില്ല. അഭിനേതാക്കളുടെ സംഘടന അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും നിയമയുദ്ധത്തിലേക്ക്. നിർമ്മാതാക്കൾ വക്കീൽ നോട്ടീസ് അയച്ച ജയൻ ചേർത്തലയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് അമ്മ രംഗത്തെത്തി. എറണാകുളം CJM കോടതിയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പരാതി നൽകിയതോടെയാണ് നിയമ പിന്തുണ. താരങ്ങളുടെ പ്രതിഫലവും സിനിമയുടെ നഷ്ടക്കണക്കും ഉൾപ്പെടെയുള്ള വിവാദങ്ങൾക്ക് പിന്നാലെയാണ് പുതിയ പ്രശ്നം. സിനിമാ സംഘടനകൾ തമ്മിൽ മാസങ്ങളായി തുടരുന്ന തർക്കമാണ് നിയമയുദ്ധത്തിലേക്ക് കടന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ ഇല്ലാക്കഥ പ്രചരിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംഘടന ജയൻ ചേർത്തലയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചത്. പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടെങ്കിലും ജയൻ ചേർത്തല പ്രതികരിച്ചില്ല. ഇതോടെയാണ് എറണാകുളം CJM കോടതിയിൽ പരാതി നൽകിയത്. വിഷയത്തിൽ ജയൻ ചേർത്തല പറഞ്ഞത് സംഘടനയുടെ ഔദ്യോഗിക നിലപാടാണെന്ന് അഭിനേതാക്കളുടെ സംഘടന അമ്മ വ്യക്തമാക്കി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നൽകിയ പരാതിയിൽ എല്ലാ നിയമസഹായവും ജയൻ ചേർത്തലയ്ക്ക് നൽകുമെന്നും അമ്മ ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാനത്തെ മുതിർന്ന അഭിഭാഷകനെ തന്നെ നിർമ്മാതാക്കൾക്കെതിരായി ഇറക്കാനാണ് താരസംഘടനയുടെ തീരുമാനം. ഇതോടെ സിനിമാ തർക്കം കോടതിയിലേക്കും വളരുകയാണ്. 24 കൊച്ചി. കോഴിക്കോട് ഈങ്ങാപ്പുഴ സ്വദേശി ഷിബിലയെ കൊലപ്പെടുത്താൻ ഭർത്താവ് യാസിർ ഉപയോഗിച്ചത് 2 കത്തികളെന്ന് പോലീസ്. കഴുത്തിന് പിറകിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് ഷിബിലയുടെ മരണത്തിനിടയാക്കിയത്. പ്രതി യാസിറിനായി അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. ഷിബിലയുടെ കൊലപാതകം ആസൂത്രിതമെന്ന് ഉറപ്പിക്കുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഭർത്താവായ പ്രതി യാസിർ 2 കത്തികളുമായാണ് ഷിബിലയുടെ വീട്ടിലെത്തിയത്. ഇവ ഉപയോഗിച്ചായിരുന്നു കൊലപാതകം. പുതിയ സ്റ്റീൽ കത്തിക്ക് പുറമെ ചെറിയ കത്തി കൂടിയാണ് പോലീസ് കണ്ടെടുത്തത്. യാസിറിന്റെ ആക്രമണത്തിൽ 11 മുറിവുകളാണ് ഷിബിലയുടെ ശരീരത്തിൽ ഏറ്റത്. ഇതിൽ കഴുത്തിനേറ്റ ആഴത്തിലുള്ള മുറിവ് മരണത്തിലേക്ക് നയിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. റിമാൻഡിൽ തുടരുന്ന പ്രതി യാസിറിനായി അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ഇതിനുശേഷം സംഭവസ്ഥലത്ത് ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുക്കാനാണ് നീക്കം. യാസിറിന്റെ ലഹരി ഇടപാടുകളെക്കുറിച്ചും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. 24 കോഴിക്കോട്. അതേസമയം യാസിർ ഷിബിലയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്ന് കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ കൊല്ലപ്പെട്ട ഷിബിലയുടെ സഹോദരി സന. 3 വയസ്സുള്ള മകളെയും യാസിർ ഉപദ്രവിക്കാറുണ്ട്. യാസിർ ലഹരിക്ക് അടിമയായിരുന്നു. ഷിബില പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി എടുത്തില്ല എന്നും സന 24നോട് പറഞ്ഞു. ഓന് നല്ലോണം മദ്യവെക്കും, പിന്നെ വീടി വലിക്കും, കഞ്ചാവ് വലിക്കും, എന്തൊക്കെ ചെയ്യലുണ്ട്. അതൊന്ന് ഓന് ഇന്ന് രാത്രിയൊക്കെ 2 മണിക്കൊക്കെ പിന്നെ ഓൻ ഇറങ്ങിപ്പോവലുണ്ട് എന്നോള് പറയലുണ്ട്. ഓളൊറ്റക്കാക്കിയിട്ട് ഓള് പറയലുണ്ടെങ്കിൽ ഓൻ നല്ലോണം നോക്കും ആക്കുന്നൊക്കെ എല്ലാവരോടും. നാട്ടുകാരൊക്കെ അങ്ങനെയെങ്കിലും പറയൽ ഓളെ പിന്നെ ഓള് പറഞ്ഞാൽ ഓൻ കേൾക്കും എന്നൊക്കെ. പക്ഷെ അതൊന്നും അല്ല. ഓള് പറയുന്നത് കല്യാണം കഴിഞ്ഞ ഉടനെയൊക്കെ ഭയങ്കര ഉപദ്രവം തന്നെയാണ്. കള്ളൊക്കെ കുടിച്ച് വരുമ്പം കഞ്ചാവൊക്കെ വലിച്ച് വരുമ്പോൾ ഓൻ പറഞ്ഞ് തന്നെ ഒന്നും കുറേ പ്രാവശ്യം പറയുമല്ലേ. അങ്ങനെ പറഞ്ഞോളെ വെറുപ്പിക്കുന്നു. പിന്നെ ഫുഡൊക്കെ എടുത്ത് കളയും. ഒന്ന് മേശമ്മേൽ ഫുഡ് എടുത്ത് വെച്ച് തിന്നാൻ നോക്കിയപ്പോഴൊക്കെ ഫുഡൊക്കെ വലിച്ചെറിഞ്ഞെന്ന് ഓൻ പറഞ്ഞു. ഓക്ക് വേറെ റിലേഷൻ ഉണ്ട്, എന്നിട്ടാണ് ഓക്ക് എന്നെ വേണ്ടാത്ത, ഓള് വേണ്ടാന്ന് പറയുന്നുണ്ടല്ലോ. ഓന് സംശയരാഗാണ്. ആരോടും ഒന്നും മിണ്ടാനും ഇതാക്കാനും ഒന്നും പറ്റൂല. മോളെ ഇവന് നല്ലോണം പേടിപ്പിക്കലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നല്ല ഉപദ്രവിക്കലുണ്ട്. ഓളെ ഉപദ്രവിക്കലുണ്ട്. മോളെ നല്ലോണം നോക്കലൊന്നുമില്ല.
മറ്റ് ചില പ്രധാന വാർത്തകളിലേക്ക്. പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തു കൃഷ്ണനെ ഒരു ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ട തൊടുപുഴ സെഷൻസ് കോടതി. തൊടുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത 6 കേസുകളിൽ ഇളന്തേശം സീഡ് സൊസൈറ്റിയുടെ പരാതിയിലാണ് കസ്റ്റഡി. രഹസ്യമൊഴി രേഖപ്പെടുത്താൻ തയ്യാറാണ് എന്നും ജീവന് ഭീഷണിയുണ്ടെന്നും അനന്തു കൃഷ്ണൻ കോടതിയെ അറിയിച്ചു. കേസിൽ രാഷ്ട്രീയക്കാരുടെ പേരുകൾ പരാമർശിക്കപ്പെട്ടതിനാൽ പോലീസും രാഷ്ട്രീയക്കാരും ഒത്തുകളിക്കുന്നുണ്ട് എന്നും അനന്തു കൃഷ്ണൻ കോടതിയിൽ പറഞ്ഞു. കേസിൽ ആനന്ദകുമാർ കുടുങ്ങുമെന്ന് അനന്തു കൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അല്ല, സ്വാഭാവികമായിട്ടും തൊടുപുഴ സ്റ്റേഷനിലേക്ക് ജില്ലയിൽ നിന്നുള്ള വിവിധ രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പേരുകൾ പുറത്തു വന്നിരുന്നു. തൊടുപുഴ സ്റ്റേഷനിലെ വിവിധ പോലീസുകാർ ഇതിനോടകം ഫോർമൽ അറസ്റ്റുമായി ബന്ധിരുന്ന സമയത്ത് പോലും എനിക്ക് ഭീഷണി ഉണ്ടായിട്ടുണ്ട്. അത് രഹസ്യമൊഴിയിൽ കോടതി മുമ്പാകെ പറയാൻ ഞാൻ തയ്യാറാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിൽ സ്റ്റേഷൻ കാണിക്കുന്ന തിടുക്കം അതിനെ സംബന്ധിച്ച് ഈ ജില്ലയെ സംബന്ധിക്കുന്ന ഒരു കേസായതിനാൽ എനിക്ക് അതിനകത്ത് ആക്ഷേപമുണ്ട്. അത് ഞാൻ കോടതിയിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം കരാറിന്റെ ഭാഗമാണല്ലോ. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. പൂനെയിൽ മിനി ബസ്സിലുണ്ടായ തീപിടുത്തത്തിൽ 4 പേർ വെന്തു മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. ബസ് ഡ്രൈവർ തന്നെയാണ് തീയിട്ടത്. ജീവനക്കാരോടും ജോലി ചെയ്യുന്ന സ്ഥാപനത്തോടും പക ഉണ്ടായിരുന്നതായി ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. രണ്ട് ദിവസം മുൻപ് പൂനെയിലെ ഹിഞ്ചേവാഡിയിൽ നടന്ന ദാരുണ സംഭവത്തിന്റെ ദൃശ്യങ്ങളാണിത്. വ്യോം ഗ്രാഫിക്സ് എന്ന പ്രിന്റിംഗ് കമ്പനിയിലെ ജീവനക്കാരുമായി വരുന്ന ബസ്സാണ് സ്ഥാപനത്തിനടുത്തെത്തും മുൻപ് കത്തിയത്. ബസ്സിലുണ്ടായിരുന്ന 12 പേരിൽ 4 പേർ മരിച്ചു. 6 പേർക്ക് പൊള്ളലേറ്റു. ഷോർട്ട് സർക്യൂട്ട് കാരണമുണ്ടായ തീപിടുത്തമെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ വാഹനത്തിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടതോടെയാണ് അട്ടിമറി സാധ്യതയിലേക്ക് അന്വേഷണം നീണ്ടത്. ചോദ്യം ചെയ്യലിൽ ഡ്രൈവർ ജനാർദ്ദൻ ഹിംബോഡിഗർ കുറ്റം സമ്മതിച്ചു. തീയിട്ടത് താൻ തന്നെ. തീ പെട്ടെന്ന് ആളിപ്പടരാൻ കമ്പനിയിലെ തന്നെ രാസവസ്തുക്കൾ വാഹനത്തിൽ സൂക്ഷിച്ചു. 2006 മുതൽ ഇതേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നയാളാണ് ജനാർദ്ദൻ. തനിക്ക് മറ്റ് ജീവനക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ ശമ്പളം കുറവാണെന്നും സ്ഥാപനത്തിൽ നിന്ന് മോശം അനുഭവം നേരിട്ടെന്നുമാണ് ഇയാൾ പകയ്ക്ക് കാരണമായി പറയുന്നത്. തീപിടുത്തത്തിൽ പൊള്ളലേറ്റതിനാൽ ഇയാൾ ചികിത്സയിലാണ്. 24 മുംബൈ. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24ന്റെ ജനകീയ പ്രതിരോധ യാത്ര തുടരുന്നു. SKN40 5ാം ദിനം. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായരുടെ കേരള യാത്ര പത്തനംതിട്ട ജില്ലയിൽ പര്യടനം തുടരുന്നു. അടൂർ നഗരത്തിലെ ലഹരി കേന്ദ്രങ്ങൾ തുടച്ചു നീക്കുമെന്ന് അടൂർ പോലീസ് ഉറപ്പു നൽകി. 2 ദിവസം നീളുന്ന ജില്ലയിലെ പര്യടനത്തിൽ കോന്നിയിലും മലയാലപ്പുഴയിലും ലഹരി വിരുദ്ധ സന്ദേശവുമായി യാത്രയെത്തും. അടൂരിൽ ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയോടെയാണ് പത്തനംതിട്ട ജില്ലയിലെ പര്യടന പരിപാടികൾ ആരംഭിച്ചത്. കാർട്ടൂണിസ്റ്റ് ജിതേഷ് ജി പരിപാടിയുടെ ഭാഗമായി. ഇന്നിപ്പോ താങ്കളെ തന്നെ വരയ്ക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. ആൾക്കാരൊക്കെ പറയുന്നത് വേറെ രസം എന്ന് വെച്ചാൽ ഇന്ന് കവിതാ ദിനം കൂടിയാണ്. കരള് പങ്കിടാൻ പയ്യന്റെ ഹൃദയമേ ആദ്യം കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. വിവിധ തുറകളിലുള്ളവർ SKNന്റെ ലഹരി വിരുദ്ധ യാത്രയ്ക്ക് പിന്തുണയുമായി അടൂരിലെത്തി. മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം? കേരളത്തെ കാർന്നു നിന്ന ഒരു വലിയൊരു വിപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. SKയുടെ നേതൃത്വത്തിൽ അറുതു ലഹരി എന്ന ആശയം ഉയർത്തിക്കൊണ്ട് ഇങ്ങനൊരു യാത്ര തുടങ്ങിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അടൂരിലെ പ്രത്യേകിച്ച് ബൈപ്പാസുകളിലും രാത്രി കേന്ദ്രീകരിച്ചും ലഹരി മാഫിയയുടെ അഴിഞ്ഞാട്ടമാണ്. SKN നടത്തുന്ന ലഹരിക്കെതിരെയുള്ള കേരള യാത്രയ്ക്ക് SOSും SOFന്റെ ഒക്കെ യുവജന പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അടൂർ KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് സെന്റ് മേരീസ് സ്കൂളിലേക്കുള്ള വഴിയിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച നാട്ടുകാരുടെ പരാതിയിലും 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഇടപെട്ടു. ഞങ്ങൾ സ്കൂൾ ടൈമിലാണ് കൂടുതലായിട്ട് ഈ ഒരു പ്രദേശത്ത് വരാറുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ രാവിലെ പണിക്ക് പോകുന്ന ആൾക്കാർ ഒക്കെ ഇവിടെ വന്ന് സ്മോക്ക് ചെയ്യാറൊക്കെ ഉണ്ട്. അത് നമ്മൾ മാറ്റാറുണ്ട്. കോട്ട് പാസ് സാറിനെ കൊണ്ട് പെറ്റിയൊക്കെ കൊടുക്കാറുണ്ട്. ഒരു ക്യാമറ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെറ്റർ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് മുനിസിപ്പാലിറ്റി സഹകരണത്തോട്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഈ വഴിയിൽ ഇവിടത്തേക്കുള്ള ക്യാമറ ഞങ്ങൾ വാങ്ങിച്ചു തന്നാലും സാർ വലിയ സന്തോഷം സാർ. 24 ഇടപെടലിനു പിന്നാലെ അടൂർ SHO സ്ഥലത്തെത്തി കുട്ടികൾക്ക് മതിയായ സുരക്ഷയൊരുക്കുമെന്ന് ഉറപ്പു നൽകി. സാറേ, ഞങ്ങളിവിടെ ശക്തമായിട്ട് നടപടിയാണ് സ്വീകരിക്കുന്നത്. അതിന് മഫ്തി പോലീസ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്.
പത്തനംതിട്ട പ്രമാടം പ്രഗതി സ്കൂളിലും 24-ന്റെ ലഹരി വിരുദ്ധ യാത്ര സന്ദർശനം നടത്തി. 24 പത്തനംതിട്ട. SK നയിക്കുന്ന യാത്ര ഇപ്പോൾ മലയാലപ്പുഴയിൽ എത്തിയിട്ടുണ്ട്. മലയാലപ്പുഴ മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തിയിരിക്കുകയാണ് യാത്ര. അവിടെ നിന്നുള്ള തത്സമയ സംപ്രേഷണത്തിലേക്ക്. കേരളത്തിൽ ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നു. ഹോസ്റ്റൽ മുറികൾ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്നും ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. താങ്ക് യു സോ മച്ച്. ഇനിയല്ലേ പാട്ട്? പാട്ട് പാടണോ? പാട്ട് 2 വരി പാടണം. നിങ്ങൾ പാടണോ? നിങ്ങൾ പറഞ്ഞേ ഏത് പാട്ടാ വേണ്ടേ? അങ്ങനെ പറയരുത്. അവർ പറയട്ടെ, അവരുടെ പ്രിഫറൻസ് ഏതൊക്കെയാന്ന് നോക്കുക. ഏത് പാട്ടാ? അത് കുഴപ്പമില്ല, ഇഷ്ടമുള്ളത് പാടിക്കോളാം. അതെ അതെ അതെ. അപ്പോൾ 4 വരി പാടാം കേട്ടോ. നിങ്ങൾക്കെല്ലാം വിശന്നിരിക്കല്ലേ, നിങ്ങൾ അധികം ബുദ്ധിമുട്ടിക്കില്ല. ഞാൻ ചിലപ്പോൾ ലിറിക്സ് ചിലപ്പോൾ മറന്നു പോകും. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ. യാത്ര പത്തനംതിട്ട ജില്ലയിൽ പര്യടനം തുടരുകയാണ്. മദ്യനയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം തുടർന്ന് KCBC. നാടിനെ മദ്യലഹരിയിൽ മുക്കിക്കൊല്ലാനുള്ള അണിയറ ഒരുക്കങ്ങളിലാണ് സർക്കാർ എന്നാണ് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ വിമർശനം. സർക്കാർ പണം കണ്ടെത്തുന്നതിന് മദ്യവിൽപ്പനയും നിർമ്മാണവും ഉപയോഗവും ലഹരിക്കെതിരെ സർക്കാർ കണ്ണു തുറക്കുന്നില്ല എന്ന് KCBC കുറ്റപ്പെടുത്തി. മറ്റന്നാൾ മദ്യവിരുദ്ധ ഞായറായി ആചരിക്കാനാണ് തീരുമാനം. പാലക്കാട് കുളപ്പുള്ളിയിൽ കയറ്റിറക്ക് യന്ത്രത്തെ ചൊല്ലി CITUവും വ്യാപാരികളും നേർക്കുനേർ. തൊഴിൽ ലഭിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള CITUവിന്റെ കുടിൽകെട്ടി സമരത്തിനെതിരെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി കടയടച്ചു പ്രതിഷേധിച്ചു. 4 ദിവസമായി കുളപ്പുള്ളി പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് എന്ന സ്ഥാപനത്തിന് മുന്നിൽ CITU ചുമട്ടുതൊഴിലാളികൾ കുടിൽകെട്ടി സമരം നടത്തിവരികയാണ്. യന്ത്രസാമഗ്രികളുടെ സഹായത്താൽ കയറ്റിറക്ക് ജോലി നടത്തുന്നതിനാൽ തൊഴിൽ ലഭിക്കുന്നില്ല എന്നാരോപിച്ചാണ് CITU സമരം. തങ്ങൾക്ക് CITU നേതാക്കളുടെ ഭീഷണിയുണ്ടെന്ന് കടയുടമ പ്രകാശനും പറഞ്ഞിരുന്നു. പ്രകാശന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഇന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുളപ്പുള്ളി മേഖലയിൽ കടകളടച്ചു പ്രതിഷേധിച്ചത്. നിങ്ങളുടെ തൊഴിലാളികൾ വെച്ചുകൊണ്ട് കയറ്റിറക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന ഒരു വിഭാഗം തൊഴിലാളി സംഘടനകൾ ഭീഷണിപ്പെടുത്തുകയാണ്. എന്താണ് ആ ഭീഷണിയുടെ അടിസ്ഥാനം? എന്തുകൊണ്ടാണ് അവർക്ക് ഭീഷണിപ്പെടുത്താൻ കഴിയുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ. ആ സംഘടിത പ്രസ്ഥാനത്തിന്റെ സംഘടിതമായ ബാർഗൈനിങ് പവർ, അതിന് രാഷ്ട്രീയ ഭരണപരമായ പിന്തുണയുണ്ട് എങ്കിൽ എന്തും ചെയ്യാൻ കഴിയുമെന്നാണോ? അതേസമയം യന്ത്രസാമഗ്രി കൊണ്ട് കയറ്റിറക്ക് ജോലി നടത്തുന്നതിൽ തങ്ങൾക്ക് എതിർപ്പില്ലെന്നും ഇപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ ചെയ്യുന്ന ജോലി അംഗീകൃത ചുമട്ടുതൊഴിലാളികൾക്ക് നൽകണമെന്നുമാണ് CITUവിന്റെ നിലപാട്. കരാർ ലംഘനം നടത്തിയത് ഈ സ്ഥാപനത്തിന്റെ ഉടമയാണ്. അതുകൊണ്ട് ഇന്നലെ വരെ എടുത്തു വന്നിരുന്ന തൊഴില് സംരക്ഷിക്കുന്നതിന് വേണ്ടിയും മറ്റുള്ളവരുടെ തൊഴില് ഞങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കുന്നതിനും കൂടി വേണ്ടിയാണ് ഈ സമരം. അല്ലാതെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമല്ല അവിടെ നടക്കുന്നത്. ഹൈക്കോടതി ഉത്തരവുണ്ടെന്നും തനിക്ക് പോലീസ് സംരക്ഷണം വേണമെന്നുമാണ് സ്ഥാപനമുടമ പ്രകാശൻ ആവശ്യപ്പെടുന്നത്. 24 പാലക്കാട്. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. നിക്ഷേപ സംഗമത്തിന്റെ ഭാഗമായി കേരളത്തിലെത്തിയ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ തടസ്സപ്പെടുത്തിയെന്ന ആരോപണം. പഴവർഗ്ഗങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഏതൻ എന്ന കമ്പനിയിലാണ് പ്രതിഷേധവുമായി
INTUC പ്രവർത്തകരെത്തിയത്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. അമൽ, എന്താണ് അവിടെ സംഭവിച്ചത്? എന്തിനാണ് അവിടെ INTUC പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്? വിജയകുമാർ, കേരളം വ്യവസായ സൗഹൃദമാണ്, നിക്ഷേപ സൗഹൃദമാണ് എന്നൊക്കെ നമ്മുടെ ഭരണാധികാരികൾ നിരന്തരം പറയുമ്പോൾ തന്നെയാണ് ഒരു വശത്തുകൂടി തൊഴിലാളി യൂണിയനുകളുടെ പേരിൽ നടക്കുന്ന അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായിട്ട് ബോംബെയിലും ചെന്നൈയിലും മറ്റും നിക്ഷേപങ്ങൾ നടത്തി, അല്ലെങ്കിൽ അവിടെ തങ്ങളുടെ പ്രധാനപ്പെട്ട ഓപ്പറേഷനുകൾ നടന്നുകൊണ്ടിരിക്കെ കേരളത്തിലേക്ക് അവിടെ നിന്ന് പറിച്ചു നട്ടപ്പെട്ട ഒരു കമ്പനിക്കാണ്, 2 മാസം മുൻപ് കേരളത്തിലെത്തിയ ഒരു കമ്പനിക്കാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം INTUCയുടെ ഭാഗമായി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് തങ്ങളുടെ ഭാഗത്ത് നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഫ്രൂട്ട്സിന്റെ ഇറക്കുമതിയും കയറ്റുമതിയും നടത്തുന്ന ഈ കമ്പനിയിൽ INTUC പ്രവർത്തകർ നാളുകളായിട്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി എത്തുന്നുണ്ട്. ഇത് കമ്പനിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്നാണ് കമ്പനിയുടെ അധികാരികൾ പറയുന്നത്. നമുക്കിപ്പോൾ ഇന്നുണ്ടായ പ്രതിഷേധത്തെക്കുറിച്ച് അവരോട് തന്നെ ചോദിക്കാം. എന്താണ് ഇന്ന് സംഭവിച്ചത്? എപ്പോഴായിരുന്നു പ്രതിഷേധക്കാർ എത്തിയത്? എന്തിന്റെ പേരിലായിരുന്നു പ്രതിഷേധം? അതായത് ഇപ്പൊ നമ്മൾ തുടങ്ങി ആദ്യത്തെ കണ്ടെയ്നർ ഇപ്പോ ഇറക്കുമതി ചെയ്യുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ അവർ വന്നിട്ട് അവരുടെ ഡിമാൻഡുകളൊക്കെ ഉന്നയിച്ചു. പക്ഷെ നമുക്ക് ഓൾറെഡി ഇതിന്റെ എഗൻസ്റ്റ് കോർട്ട് ഓർഡർ എടുത്തിട്ടുണ്ട്. ആ കോർട്ട് ഓർഡറിന് എഗൻസ്റ്റ് ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ ശാന്തമായി നമ്മൾ അവരെടുത്ത് പറഞ്ഞു ബോധിപ്പിച്ചിരുന്നതാണ്. എന്താണ് കോർട്ട് ഓർഡർ? എന്താണ് അതിന്റെ ഒരു വിഷയം? കോർട്ട് ഓർഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ സ്ഥാപനത്തിൽ മാൻ പവർ അധികം ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി ഈ ഒരു ഓപ്പറേഷൻ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഹൈലി മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോർക്ക് ലിഫ്റ്റും നമുക്ക് ഈ നമ്മുടെ വെയർഹൌസ് ഒക്കെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് കാരണം ഒരു മാനുവൽ ഇന്റർഫിയറൻസിന്റെ ആവശ്യമില്ലാത്തതിനാൽ ആണ് അവർക്ക് ഒരു ഇൻവോൾവ്മെന്റ് ഇല്ല എന്നുള്ള രീതിക്ക് നമ്മൾ അവരെ പറഞ്ഞു ധരിപ്പിച്ചു. അവർ വന്ന് കണ്ട് അവർക്ക് ബോധ്യപ്പെട്ടതുമാണ്. പക്ഷെ ഇത് നിരന്തരം അവർ വീണ്ടും നമ്മളെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോകുമ്പോൾ നമുക്കത് വളരെ ക്ഷീണം സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇതില് ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്? നമുക്ക് എല്ലാത്തരം എക്സോട്ടിക് ഫ്രൂട്ട്സും ഉണ്ട്. എല്ലാം പ്രീമിയം വെറൈറ്റി എക്സോട്ടിക് ഫ്രൂട്ട്സ് ഉണ്ട്. ആപ്പിൾ, അവക്കാഡോ, ഗ്രേപ്സ്, പെയർ, ടാഞ്ചറിൻ, എല്ലാത്തരം എക്സോട്ടിക് ഫ്രൂട്ട്സ്. വേറെ ഏതെങ്കിലും യൂണിയനുകളുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഉണ്ടായിരുന്നു? ഇല്ല. ഇത്രയും നാളുകളിൽ നമുക്ക് ആ കൂടെ അവരുടെ സൈഡിൽ നിന്ന് മാത്രമേ ഒരു പ്രതിഷേധം ഉണ്ടായുള്ളൂ. ഇന്ന് ഏതായാലും INTUC ഇവിടെ പ്രതിഷേധം നടത്തി. ഈ കമ്പനിയുടെ പുറത്ത് കൊടി കെട്ടിയത് പിന്നീട് പോലീസ് എത്തിയാണ് INTUC പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ഇവിടുന്ന് മാറ്റുന്ന സ്ഥിതി ഉണ്ടായത്. ഏതായാലും ഇത്തരത്തിലുള്ള സംഭവം കേരളത്തിൽ ആവർത്തിക്കുന്നത് ഒരു ദുർവിധിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വിജയകുമാർ. പഴവർഗ്ഗങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഏതൻ എന്ന കമ്പനിയിലാണ് ഈ INTUC പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ നിന്ന് മലപ്പുറം തിരൂരങ്ങാടി സബ് പാർട്ടി ഓഫീസിൽ വാഹനമില്ലാതെയായിട്ട് 2 ആഴ്ചയാകുന്നു. 15 വർഷം കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് സബ് പാർട്ടി ഓഫീസിലെ വാഹനങ്ങൾ ഒഴിവാക്കിയത്. ഇതോടെ വാഹന പരിശോധന നടത്താൻ മോട്ടോർ വാഹന വകുപ്പിന് വാഹനമില്ലാത്ത അവസ്ഥയാണ്. തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പിന് സ്വന്തമായി ഉണ്ടായിരുന്നത് ഒരു വാഹനം. ഈ മാസം 7-ാം തീയതി വാഹനത്തിന്റെ കാലാവധി കഴിഞ്ഞതോടെ വാഹനം കട്ടപ്പുറത്തായി. വാഹനമില്ലാതായതോടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഏറെ ദുരിതത്തിലാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ഥലത്തോ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനാ ഗ്രൗണ്ടിലോ എത്താൻ ഉദ്യോഗസ്ഥർ പ്രയാസപ്പെടുകയാണ്. കൂടാതെ അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ അതത് പോലീസ് സ്റ്റേഷനുകളിലെത്തി പരിശോധിക്കാനും കൃത്യസമയത്ത് ഉദ്യോഗസ്ഥർക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. ഇത് ജനങ്ങൾക്കും ഏറെ പ്രയാസമുണ്ടാക്കുന്നുണ്ട്. ആഘോഷവേളകൾ അടുത്തുവരുന്ന സാഹചര്യത്തിൽ നിരത്തുകൾ അപകടരഹിതമാക്കാൻ വാഹന പരിശോധന കർശനമാക്കാനും ഉദ്യോഗസ്ഥർക്ക് വാഹനമില്ലാത്ത അവസ്ഥയാണ്. ടാക്സി നിരത്തിലും മറ്റുമായി അധിക വരുമാനമുള്ള മലപ്പുറം ജില്ലയിലെ ഏറ്റവും തിരക്കുള്ള ഓഫീസുകളിൽ ഒന്നാണ് തിരൂരങ്ങാടി സബ് പാർട്ടി ഓഫീസ്. അടിയന്തരമായി വാഹനം നൽകണമെന്നാവശ്യപ്പെട്ട് CPIM-ഉം യൂത്ത് ലീഗും ഗതാഗത മന്ത്രിക്ക് പരാതി നൽകി. 24 തിരൂർ. കോട്ടയം മരങ്ങാട്ടുപള്ളിയിൽ പോലീസിന് നേരെ മദ്യലഹരിയിൽ യുവാക്കളുടെ ആക്രമണം. 3 പോലീസുകാർക്ക് പരിക്കേറ്റു. സംഘത്തിലെ 6 പേരെ മരങ്ങാട്ടുപള്ളി പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ടോബി ജോൺസൺ വിശദാംശങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന്. ടോബി, എന്താണ് മരങ്ങാട്ടുപള്ളിയിൽ സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഈ ആക്രമണമൊക്കെ ഉണ്ടായത്? വിജയകുമാർ, ഇന്നലെ വൈകുന്നേരം ഏകദേശം 7 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു വയല ഭാഗത്തിരുന്ന് ഒരു കൂട്ടം യുവാക്കൾ മദ്യപിക്കുന്നു എന്നുള്ളൊരു പരാതി അതിന് സമീപത്തുള്ള വീട്ടുകാർ പോലീസിനെ വിളിച്ചു പറയുകയായിരുന്നു. മരങ്ങാട്ടുപള്ളി പോലീസിനെ വിളിച്ചു പറയുകയായിരുന്നു. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന മരങ്ങാട്ടുപള്ളി സ്റ്റേഷനിലെ CPOമാരായിട്ടുള്ള മഹേഷ്, ശരത്ത്, ശ്യാംകുമാർ എന്നിവർ അവിടെ എത്തി പരിശോധനയ്ക്ക് വേണ്ടി അവിടെ എത്തി. അപ്പോഴാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കമുണ്ടാവുകയും
വരികയും അവരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തത്. ഈ സംഭവത്തിൽ എന്തായാലും 6 പ്രതികളെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്. 6 പേര്. ഇവർ വയലാർ സ്വദേശികളാണ്. ഒരാളുടെ പേര് കൈലാസ്, അതുപോലെ തന്നെ അർജുൻ, ജസിൻ, അതുപോലെ അതുൽ, പ്രദീപ്, അമൽ എന്നീ 6 പേരെയാണ് പോലീസ് ഇപ്പോൾ മനങ്ങാട്ടുപള്ളി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ലഹരി ഉപയോഗം തടയാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഇത്തരത്തിലുള്ള ഒരു മർദ്ദനമേറ്റിരിക്കുന്നത്. തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ. യെസ്, ഈ സംഘത്തിലെ 6 പേരെ മരങ്ങാട്ടുപള്ളി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരെ വിശദമായി ചോദ്യം ചെയ്യും. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത്. കോഴിക്കോട് പേരോട് MIM HSSലെ റാഗിങ്ങിൽ വെളിപ്പെടുത്തലുമായി മർദ്ദനത്തിനിരയായ +1 വിദ്യാർത്ഥി കഴിഞ്ഞ 3 മാസത്തിനിടെ 4 തവണ സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിങ്ങിന് ഇരയായതായി +1 വിദ്യാർത്ഥി പറഞ്ഞു. സ്കൂളിൽ സീനിയേഴ്സിന്റെ മർദ്ദനം നിത്യസംഭവമാണെന്നും വിദ്യാർത്ഥി 24നോട് പ്രതികരിച്ചു. തുടർക്കഥയായ റാഗിങ്ങിന്റെ വിവരങ്ങളാണ് പേരോട് MIM HSSലെ +1 വിദ്യാർത്ഥി തുറന്നു പറഞ്ഞത്. ഷർട്ടിന്റെ ബട്ടൺ ഇടാത്തതിന്റെ പേരിലായിരുന്നു ആദ്യ മർദ്ദനം. ഇതിൽ പരാതി നൽകിയതോടെ ചെറുതും വലുതുമായ അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നു. കുറേ ആൾക്കാർ ഫുള്ളും വന്ന് ചുറ്റും നിന്ന് വന്നിട്ട് നീ കൊടുക്കിട്ടെന്ന് പറഞ്ഞു. ഞാൻ കൊടുക്കിട്ടില്ല പറഞ്ഞു. എൻ്റെ ബട്ടൺസല്ല ഞങ്ങൾക്കറിയിടുന്നതെന്ന് പറഞ്ഞു. അന്നേരം എന്നെ ചുമരുമേലേക്ക് പൊട്ടിച്ചൊന്നിട്ട് പറഞ്ഞു, ഇനി കേസെല്ലാം കൊടുക്കുന്നില്ല, കൊടുക്കിട്ട് ഇനി എനിക്കത് താടി എന്നല്ല പറഞ്ഞിട്ട് താടി അടിക്കുവാൻ പറഞ്ഞ് കൊടുക്കിടുവാൻ പറഞ്ഞ്. പിന്നെ മുഖത്തിട്ട് കുത്തു അടിക്കുകയെല്ലാം ചെയ്ത് ഓരോ. കഴിഞ്ഞ മാസം 17-നും +2 വിദ്യാർത്ഥികൾ ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചു. ഇതിൽ വിദ്യാർത്ഥിയുടെ കർണപടം തകർന്നിരുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന ഒടുവിലത്തെ സംഭവത്തിൽ 4 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. സ്കൂൾ അധികൃതർ നൽകിയ പ്രാഥമിക റിപ്പോർട്ട് പരിശോധിച്ച ശേഷം പോലീസ് റാഗിംഗ് വകുപ്പുകൾ കൂടി പ്രതികൾക്ക് മേൽ ചുമത്തും. സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട താമരശ്ശേരിയിലെ ഷഹവാസ് നമ്മുടെ മനസ്സിലെ നോവാണെന്നും. അതിനിടയിലാണ് മറ്റൊരു സംഭവം കൂടി. പ്രായപൂർത്തിയാകാത്തതിനാൽ എന്തും ചെയ്യാമെന്ന വിദ്യാർത്ഥികളുടെ ധാരണയാണ് എല്ലാത്തിനും കാരണം. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ വെളിപ്പെടുത്തലിൽ കർണാടകത്തിൽ വിവാദം കത്തുകയാണ്. ബജറ്റ് സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തി പ്രതിപക്ഷം സീഡുകളുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി. പരാതി നൽകിയാൽ ഉന്നതതല അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ 48 MLA-മാർക്ക് നേരെ ഹണി ട്രാപ്പ് ശ്രമം നടന്നു എന്നാണ് സഹകരണ വകുപ്പ് മന്ത്രി KN രാജണ്ണ ഇന്നലെ വെളിപ്പെടുത്തിയത്. ഭരണകക്ഷി MLA-മാരെ ഹണി ട്രാപ്പിൽ കുടുക്കാൻ ശ്രമിച്ചത് മുഖ്യമന്ത്രി പദം സ്വപ്നം കാണുന്ന ഒരാളാണെന്ന് BJP MLA-മാർ ആരോപിച്ചു. കനത്ത ചൂടിനിടെ സംസ്ഥാനത്ത് വേനൽ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തുനിന്ന്. ഉമേഷ്, കനത്ത ചൂടാണ്. ഏതാണ്ട് 38-40 ആ റേഞ്ചിലാണ് എല്ലാ ജില്ലകളിലെയും പകൽ താപനില. അപ്പോൾ ജാഗ്രതാ നിർദ്ദേശമൊക്കെ ഉണ്ട്. അതിനിടെയാണ് ഇപ്പോൾ വേനൽ മഴയുടെ സാധ്യത, അല്ലേ? തീർച്ചയായും പകൽ ചൂട് ഉയരുമ്പോഴാണ് ഇപ്പോൾ വേനൽമഴ സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് 2 ജില്ലകളിൽ, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. നാളെ 3 ജില്ലകളിൽ, മലപ്പുറം, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് നാളെ യെല്ലോ അലേർട്ട്. മറ്റന്നാൾ 2 ജില്ലകളിൽ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് മറ്റന്നാൾ യെല്ലോ അലേർട്ട്. യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 24 മണിക്കൂറിൽ 115 മില്ലിമീറ്റർ മഴ ലഭിക്കാനാണ് സാധ്യത. മറ്റെല്ലാ ജില്ലകളിലും ഗ്രീൻ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രീൻ അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ നേരിയ ചാറ്റൽ മഴയ്ക്കും സാധ്യതയുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ മഴ ലഭിക്കുന്നെങ്കിൽ പോലും ലഭിക്കാൻ സാധ്യതയുള്ളത്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത. അതുകൊണ്ട് തന്നെ പകലുള്ള ചൂട്, അതായത് 11 മണിക്ക് ശേഷമുള്ള ചൂടിനെ പ്രതിരോധിക്കാനുള്ള മുന്നറിയിപ്പുകൾ അത് അതേ രീതിയിൽ തുടരുകയും ചെയ്യും. വിജയകുമാർ. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇനി വിശദമായ കാലാവസ്ഥാ റിപ്പോർട്ട് നോക്കാം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ്.
100 years of trust.